പോകുന്നത്. അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവലുണ്ട്. ഈ 1 hour ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരു 10-15 മിനിറ്റോളം മെട്രോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ് എനിക്ക് മാറി കയറണം. അപ്പം മെട്രോ സ്റ്റേഷനിലെത്തി, മെട്രോ വെയിറ്റ് ചെയ്യുന്നു. മെട്രോ എല്ലാ 5 മിനിറ്റിലും കൂടുമ്പോൾ മെട്രോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ കമ്മ്യൂട്ടിംഗ് ഒന്നും വലിയൊരു ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നാറില്ല. എല്ലാ സമയത്തും 24 hours ഒന്നും അല്ല മെട്രോ സർവീസ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം ഡേ ടൈമും അതേപോലെ നൈറ്റിലും എനിക്ക് തോന്നുന്നു 12 o'clock വരെയോളം മെട്രോ ഉണ്ട്. ഏത് ദിവസം നോക്കിയാലും ശരി, എപ്പോഴായാലും ശരി, ഇവർ ടൈം കീപ്പിംഗ് ഒരു അടിപൊളിയാണ്. ഓൺ ടൈമാണ് എല്ലാ ദിവസവും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം, എനിക്ക് ബസ് പിടിക്കണം. പക്ഷേ മെട്രോ ഇറങ്ങി ബസ് പിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമില്ല. 2 എസ്കലേറ്റർ മാറി കയറണം. ലോങ് ആയിരിക്കും 1 എസ്കലേറ്റർ തന്നെ. കാരണം നിങ്ങൾ കാണുന്നില്ലേ, അത്രത്തോളം ദൂരമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇത് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം അപ്പുറത്തേക്ക് എത്തിയതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഡിലേ എടുക്കുന്നത്. ഫൈനലി നമ്മൾ പുറത്തെത്തി. പക്ഷേ പുറത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒരു വ്യൂ ആണുള്ളത്. ഒരു 5-6 മിനിറ്റ് എടുക്കും നമ്മൾ എസ്കലേറ്ററിൽ തന്നെ കയറി മുകളിലേക്ക് എത്താൻ. കാരണം അത്രയും ലോങ് ആണ്. പക്ഷേ പുറത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. വ്ളോഗ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഒരാളിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. അപ്പോൾ എന്താ സാധനം നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞ് പീസ് പോലത്തെ ഒരു സാധനം, വളരെ ഒരു കുഞ്ഞൻ പട്ടിക്കുട്ടി. അപ്പോൾ അതിനെ ആദ്യം എടുക്കാതെ വ്ളോഗ് ചെയ്യുന്നതിൽ എന്താ അർത്ഥമാണെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതേപോലത്തെ ഒരുപാട് സാധനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു സമ്മറൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരോ കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ റോട്ടിലിറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇവിടെയും ചവിട്ടാതെ നടക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വെസ്റ്റ്ലാ റിവർ. പോളണ്ടിൽ എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ഗ്രില്ല് ചെയ്യാനും അതിനും ഇതിനൊക്കെ ജസ്റ്റ് കോമൺ ആയിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇതാണ് വെസ്റ്റ്ലാ റിവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 സൈഡിലും നോർമലി സമ്മർ ആവുന്ന സമയത്ത് വെള്ളം കൂടെ കയറും. അതായത് വെള്ളം കൂടെ പുഴയിൽ വെള്ളം കുറയും. ആ സമയത്ത് ഗ്രില്ല് ചെയ്യാനും മറ്റേനൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് നല്ല പൂഴിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ഗ്രില്ല് ചെയ്യാനും മറ്റേനൊക്കെ ആൾക്കാർ നോർമലായിട്ട് വരുന്നൊരു സ്ഥലമാണ്. പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മളെ വെസ്റ്റ്ലാ ബ്രിഡ്ജ്. ഈ മെട്രോ ലൈൻ പോകുന്നത്, ഇതാണ് മെട്രോ. ഇത് പോകുന്നത് അടിയിലൂടെയാണ്. വിച്ച് മീൻസ് അത് ഈ പുഴേൻ്റെ അടിയിൽ കൂടിയാണ് ഈ മെട്രോ ലൈൻ വരെ കൊണ്ടുപോയിട്ടുള്ളത്. എത്രയോ കാലം മുന്നേ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് വരെ അത്രയും അടിപൊളിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇതാണ് നമ്മുടെ ഈ PGE നെരഡോവേ. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലെവൻഡോസ്കിയൊക്കെ ഫുട്ബോൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ പ്രേമികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മൂപ്പരൊരു പോളിഷുകാരനാണ്, പോളണ്ടുകാരനാണ്. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്, ഫുട്ബോൾ സ്റ്റേഡിയമാണിത്. അതായത് യൂറോപ്പിലെല്ലാം ജർമ്മനിയും പോളണ്ടും തമ്മിൽ കളിക്കുമ്പോഴൊക്കെ ഡൊമസ്റ്റിക് പ്ലേ ആണ്. അതൊന്നും ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലെവലിലല്ല അവർ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ആ ഗെയിംസൊക്കെ നടക്കാറുള്ള ഒരു സ്റ്റേഡിയം ഇതാണ്. പിന്നെ ഈ കാണുന്ന ബോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ റെസ്റ്റോറൻറ്റ്, ബാർ എന്ന സാധനങ്ങളൊക്കെയാണ്. സമ്മർ ആവുന്ന സമയത്ത് വളരെ സൂപ്പറായിരിക്കും. നെക്സ്റ്റ് എനിക്ക് ഫോണിൻ്റെ സൂം എങ്ങനെ നോക്കിയതാണ്, അല്ലാതെ ട്രെയിൻ പോയി കണ്ടിട്ടുള്ള ആ കൺസ്യൂമറിൽ. ഓക്കെ, ഇത്ര മാശാൻപേട്ടയായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നതും പാർക്ക് പോലെ സെറ്റ് ചെയ്തതും മറ്റൊക്കെ കാണാം. ആൾക്കാർക്ക് നടക്കാനും ഉണ്ടാക്കാനൊക്കെയുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്കിനി നമ്മളെ പാലസിലേക്ക് പോകാം. ഓരോരുത്തരൊക്കെ വെയിൽ ഇവിടെ കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് ആസ്വദിക്കുന്നതാണ്. മലന്ന് കിടന്നിട്ടൊക്കെ ഓരോരുത്തർ വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് മലന്ന് കിടന്ന് ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഒരു കോമൺ ആയിട്ടുള്ള കാഴ്ചയാണ്. സമ്മറാവുന്ന സമയത്തൊന്നും ഇവിടെ കാണാം നന്നായിട്ട്. അപ്പോൾ ഇനിയുള്ള ബസ് യാത്ര വലിയ രസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം നൈസായിട്ട് സ്കിപ്പ് ചെയ്യാണ്. ബസ് ഈ ഒരു സ്ഥലത്ത് നേരെ കയറി ഇനി നേരെ പാലസിൻ്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങണം, അത്ര തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിഷയം സ്കിപ്പ് ചെയ്യുന്നു. നമുക്കിനി പാലസിൽ കാണാം. ഇതാണ് നമ്മുടെ സ്ഥലം. എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. കാരണം പോലീസുകാരൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തോ ഇപ്പോൾ സംഭവം ഉണ്ട് ഇവിടെ. എന്താണെന്ന് അറിയില്ല. കഥകളീൻ്റെ ഒന്നും പിക്ചർ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. കഥകളി തന്നെയാണത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി.
വാഴ്സോ പോളണ്ട് ഇന്ത്യൻ എംബസി ഇതാണ്. അവിടെ US എംബസി, അങ്ങനെ ഒരുപാട് എംബസീസൊക്കെ ഉണ്ട്. എംബസീൻ്റെ മാത്രമായിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഒരുപാട് എംബസീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസീനെയൊക്കെ കോൺടാക്ട് ചെയ്യണം നോക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇനി വേറെ സിറ്റിസൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ട് ഇങ്ങനെ ഓരോരോ എംബസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നമുക്കിനി പോകാം. അപ്പോൾ ഇതാണ് പാലസിൻ്റെ എൻട്രൻസ്. അപ്പം എൻ്റെ വ്ളോഗിൽ ഞാനല്ലെങ്കിൽ വളരെ മോശമല്ലേ, പിന്നെ അതേപോലെ തന്നെ ഒരു സ്ലോ മോഷനിലാണെന്നുണ്ടെങ്കിൽ അതിലും മോശമല്ലേ. അപ്പം ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഗോൾ അടിച്ചെന്നേ ഉള്ളൂ. നല്ല മാറ്റിയൊരു സ്ലോ മോഷൻ കുത്തി കയറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാപ്പ്. അവൻ കാണിക്കുന്ന സ്ഥലത്തുനിന്ന് ആണല്ലേ, കണ്ട സാധനമാണത്. ഏതൊരു സ്ഥലത്താണ് നമുക്കെന്തായാലും പോയി നോക്കാം, എന്നിട്ട് കണ്ടെത്താം വഴിയൊക്കെ ഇവിടെയാണുള്ളത്. ഇതാണ് ഒരു വ്യൂ പോയിന്റ് ഒന്നും പറയാനില്ല. നമ്മൾ പാലസിൻ്റെ സൈഡിൽ ഇവിടുന്ന് എൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലാണ് പാലസ് വരുന്നത്. ഇതാണ് നമ്മുടെ പാലസ്. ഒരു ലേക്കിൻ്റെ നേരെ സെൻട്രലായിട്ട്, രണ്ട് സൈഡിലും ലേക്കും കാര്യങ്ങളുമാണ്. സെൻട്രലായിട്ടുള്ള ഒരു പാലസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോപ്പർ സമ്മർ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യൂ, ഒരു എന്താ പറയുക, ആ ഒരു ലുക്ക് കാണുന്നൊക്കെ ഒരു പ്രോപ്പർ സമ്മർ ആകുമ്പോഴാണ്. ഇപ്പോൾ അതിന് മാത്രം വലിയ ലുക്കും കാര്യങ്ങളും തന്നെ, കാരണം ആ ഒരു ഗ്രീനും കാര്യങ്ങളും മിസ്സിങ് ആണ്. പ്ലസ് വാട്ടർ ഉണ്ടല്ലേ, വാട്ടറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആകെ മാറിയിരിക്കുന്നൊരു സമയമാണ്. പിന്നെ വെയിലും നേരെ തലയ്ക്ക് മേലെ വെയിലും വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു സണ്ണി ഡേ ആണെന്ന്, കാരണം കുറേ കാലത്തിന് ശേഷം എത്ര നല്ലൊരു സണ്ണി ഡേ കിട്ടുന്നത്, സൺഡേ. അപ്പം പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ. അല്ലെങ്കിൽ നോർമൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു വീക്കെൻഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചീഞ്ഞ വെതറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയത്ത് ആൾക്കാർ ആരും ഇല്ല. പക്ഷേ ഇതിന്ന് നല്ലൊരു വെതർ ആയതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് മീനും ഉണ്ട് ഇതിൽ, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ തന്നെ പിടിച്ചിട്ട് നല്ല ഗ്രില്ല് ചെയ്താലും, പക്ഷേ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആണ് ഈ കാണുന്ന ലേക്കും കാര്യങ്ങളൊക്കെ. ഇവരെ പണ്ടത്തെ എന്തോ ഒരു കുറേ നല്ല പഴക്കമുള്ള, പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ ഈ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തത് നമ്മളെ ഇന്ത്യൻ പാലസിനെ വെച്ച് നോക്കുമ്പം മേളായിരത്തില്ല. പക്ഷെ എന്നാലും ശരി, നല്ല എന്താ പറയുക, കാണാനൊരു നൈസുള്ള സാധനം. ഇത് രാത്രി ലൈറ്റിൻ്റെ പ്രൊജക്ഷൻ, ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സാധനമാണ്. പലരും ജോഗ് ചെയ്യുന്ന പോകുന്നൊക്കെ സമയമാണ്, കാരണം തണുപ്പാണല്ലോ. നല്ല ഏതാണ്ടൊരു 4-5 ഡിഗ്രി ആണെന്തേ ഉള്ളൂ. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോയി നോക്കാം. ആ സമയത്ത് നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് നോർമലി. വന്നിരിക്കാനൊക്കെ പറ്റുന്നൊരു വൺ ഓഫ് ദി ബെസ്റ്റ്. പക്ഷേ കുഴപ്പമില്ല, അത് ഭയങ്കര എന്താ പറയുക, നമ്മളാ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെസ്മറൈസിങ് മൂമെൻറ്റ് അങ്ങനെയൊന്നുമല്ല. ഒരു പാലസ് നിങ്ങൾക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു പാലസ്. ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നല്ല, കുറച്ചൊക്കെ എഡിറ്റ് കോൺട്രാസ്റ്റും സാറ്റുറേഷനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ റിയൽ ലുക്ക് ഇതാണ്. ബാക്കിയുള്ള ഇമേജൊക്കെ എഡിറ്റഡും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പ്രൊഫൈലും കിടക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഈ സൈഡിൻ്റെ അടുത്ത്, അതും എഡിറ്റഡാണ്. ഇതാണ് നമ്മുടെ റിയൽ പാലസ്. ഒരു ചെറിയൊരു പൈസ കൊടുത്താൽ നമുക്ക് ഉള്ളിൽ കയറാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഉള്ളിൽ കയറാവുന്നതാണ് കുറച്ചിലോട്ട് എന്തോ കൊടുത്താൽ. പക്ഷേ ഞാൻ കയറിയിട്ടില്ല ഇതുവരെയായിട്ടും, കാരണം അതിനുമാത്രമൊന്നും ബർത്തായിട്ടുള്ള സാധനമൊന്നുമില്ല. ഒരു കുഞ്ഞു പാലസാണ്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. ബാക്കി ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതാണ്.
ആൽക്കഹോൾ ഒന്ന് കാണാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു സാധനം കാണാനും ഈ ഒരു ലേക്ക് കാണാനുമാണ് മെയിനായിട്ട്. അതിന് മാത്രമുള്ളൊന്നുമില്ല. പക്ഷേ ഒരു സൺഡേ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമലായിട്ടുള്ളൊരു പ്ലേസ് അത്ര തന്നെ. അല്ലാതെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിനുള്ള സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് വന്ന് കാണാം, സമയം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, 1-2 മണിക്കൂർ അത്രയും. അപ്പോൾ ഇതെന്തോ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ എന്തോ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് എനിക്കും വലിയ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ പാലസിലേക്കാണല്ലോ വന്നത്. പാലസ് എവിടെയെന്ന് ചോദിച്ചാലും കഷ്ടപ്പെടേണ്ട. പാലസ് അപ്പോൾ നമ്മളെ പാലസും കാര്യങ്ങളൊക്കെ ഇതെല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഷോപ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഉള്ളത് ഒരു കോഫി കടയാണ്. ഇതാണ് നമുക്ക് ആകെയുള്ള ഒരു കോഫി കട ഇവിടെ. കാരണം ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ദൂരത്താണ്. തൊട്ടടുത്ത് എന്തോ വല്ല ഗുസ്തിക്ക് പോകുന്നവരെയാണ് പോകുന്നവരടുത്ത്. സൈഡിൽ എൻട്രൻസും കാര്യങ്ങളാണ്. അടുത്ത് ഷോപ്സോ കാര്യങ്ങളൊന്നും ഇല്ല. തൊട്ടടുത്ത് ഷോപ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ദൂരത്താണ് ഇനി ബാക്കിയുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു കോഫി ഷോപ്പ്, പ്രത്യേകിച്ച് ഒരു തണുപ്പുള്ള സമയമാകുന്നതുകൊണ്ട് ഒന്നുകൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ്, പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സൺഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പം ഐ ഫീൽ ലൈക്ക് ഐ സ്പെൻഡ് ഇറ്റ് വെൽ. നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് നല്ലൊരു സണ്ണി ആയിട്ടുള്ള നല്ലൊരു വെളിച്ചമുള്ള ഒരു സൺഡേ കിട്ടുന്നത്. കാരണം വിൻ്റർ ഓൾമോസ്റ്റ് ഇപ്പോൾ ഓവറായി. ഇനി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് വരുന്നൊരു സമയം. മാർച്ച് ഏപ്രിൽ അങ്ങോട്ട് ചൂടാവാൻ. പക്ഷേ എന്നാലും വെതറൊന്നും മാറി വരുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വിൻ്ററിന് ശേഷം നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വെളിച്ചമൊക്കെ കണ്ട് ഇത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് പിന്നെ കാണാൻ പറ്റാം 1-2-3 ബസ്സുകളൊക്കെ. അപ്പോൾ ഇത്രത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി വലിയൊരു ഹൈപ്പുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ നോക്ക്, പോലീസുകാർ നിൽക്കുന്നുണ്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ കാണിച്ച സാധനമാണ്. എന്താ വേറെ ടൂറിസ്റ്റ് ബസ്സുകളും അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ബൈ ആണ്. വാഴ്സോയിൽ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു 2-3-4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോയി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സോ ബൈ.